നിന്റെ മണ്ട മറിയാൻ അതുലെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീഡിയോ ആണ് ഇന്നലെ ഡിലീറ്റ് ചെയ്തേക്കുന്നത്. നീ പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ട് RR310 നെഗറ്റീവുകൾ. RR310 ഒരു നെഗറ്റീവും ഇല്ല. RR310 ആകെയുള്ള നെഗറ്റീവ് എന്ന് പറയുന്നത് സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് 10,000 രൂപ ഇറക്കി ഒരു സർവീസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത്. മറ്റേപോലെ 2,000, 3,000, 5,000 അങ്ങനെയുള്ള സർവീസ് ഇല്ല. ഒറ്റയടിക്ക് ഒരു സർവീസാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിനകത്ത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പിലിയൻ കംഫർട്ട് മാത്രമേ ഉള്ളൂ. പിലിയൻ കംഫർട്ട് ഭയങ്കര ശോകമാണ്. എൻ്റെ ഭാഗത്ത് തെറ്റാണ്. ഇതിന് ഞാൻ മണ്ണിപ്പേ കേൾக்கிறேன். ഇവനെ ഞാൻ 10 ദിവസം ഞാൻ വെള്ളം കൊടുക്കാൻ ഇട്ടിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഡുക്കാട്ടിക്ക് നീ ചുവന്ന കളറാണ്, അശകുനമാണ്, ബ്രേക്കില്ല, പവറില്ല, വെറും പേര് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ 50,000 60,000 എന്ന് പറയുന്നത് ഈസിയോ അല്ലെ ഇലക്ട്രിക്കൽ സെഷൻസ് പോയാൽ മാത്രമാണ്. പക്ഷേ ഞാൻ ബെറ്റർ ഒരു ഓപ്ഷൻ പറഞ്ഞുതരാം. KTMൻ്റെ RC സീരീസ് ഒരു അടുത്ത വർഷം, ഈ വർഷം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തോടു കൂടി ലോഞ്ച് ചെയ്യുന്നുണ്ട്. കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബെറ്റർ ഇലക്ട്രോണിക്സുമായിട്ട് KTMൻ്റെ കിഡിലൻ സീരീസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അല്ലെങ്കിൽ ഗോ ഫോർ അപ്പാച്ചി RR310 അടിപൊളി വണ്ടിയാണ്. BMW കൊണ്ടുപോകണം. ടോയിൽ വലിച്ചേരണം. ടോയിലൊന്നും വലിച്ചേരണ്ട, BMW കൊണ്ടുപോകണ്ട. അപ്പാച്ചിയുടെ ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല സ്ഥലങ്ങൾ, ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ കൊണ്ടുപോയി. TVSൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ കൊണ്ടുപോയാൽ മതി. നീ ചുമ്മാ ഈ പണത്തിൻ്റെ പെരുപ്പം കാണിക്കല്ലേ. എക്സ്പീരിയൻസ്, ഞാൻ ആസ് എ റൈഡർ വണ്ടി അടിപൊളിയാണ്. നല്ല മോഡുകളോടുകൂടി നല്ല വണ്ടി, ട്രാക്കിലും പുറത്തും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടി. 28-35 മൈലേജ് കിട്ടുന്ന നല്ലൊരു വണ്ടി. അത് ആ സെഗ്മെന്റിൽ കിടിലൊരു വണ്ടിയാണ്.